വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. വോട്ടർ പട്ടിക വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. തദ്ദേശ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെയും സഹോദരൻ സുഭാഷ് ഗോപിയുടെയും വോട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത്. ശാസ്തമംഗലം ഡിവിഷനിലെ 3-ാം ബൂത്തിലെ പട്ടികയിലാണ് ഇരുവരുടെയും പേരുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലായിരുന്നു സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളുടെയും വോട്ട്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള വോട്ടർ പട്ടിക, അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക, ഇത് രണ്ടിലും ഒരേപോലെ വന്നിരിക്കുകയാണ്. അത് പക്ഷേ രണ്ടിടങ്ങളിലാണ്. എന്താണ് ഇപ്പോഴത്തെ പരിശോധനയിൽ ബോധ്യമാവുന്നത്? സുജയ പാർവതി, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും രണ്ട് വിഭാഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. പക്ഷേ സ്ഥിരമായി താമസിക്കുന്ന വീട്ടിൽ അവിടെയാണ് വോട്ട് ചേർക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ സുരേഷ് ഗോപിയും കുടുംബവും താമസിക്കുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്താണെന്ന് പറയേണ്ടി വരും. അത് അരക്കെട്ടുറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരടിലും സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് രേഖപ്പെടുത്തിയതും അവർ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നതും തൃശൂരിലായിരുന്നു എന്നത് മറ്റൊരു കാര്യം. എന്നാൽ ഇപ്പോൾ ബൂത്ത് നമ്പർ 3-ലാണ് തിരുവനന്തപുരത്ത് 41-ാം ഡിവിഷനിലാണ് ശാസ്തമംഗലത്ത് ബൂത്ത് നമ്പർ 3-ൽ സുരേഷ് ഗോപിയുടെ ഭാര്യ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി, സുനിൽ ഗോപിനാഥ്, സഹോദര ഭാര്യ റാണി സുഭാഷ്, ഭാര്യ രാധിക സുരേഷ്, കാർത്തിക സുനിൽ ഗോപി എന്ന സഹോദരന്റെ ഭാര്യയാണ്, രമേശ് കുമാർ, രാജശേഖരൻ പിള്ള ബന്ധു അടക്കം എല്ലാവരും വീട്ടുപേര് ലക്ഷ്മി എന്നാണ്. ആ വീട്ടുപേരിലാണ് ഇത്രയും ആളുകളുടെ വോട്ട് ചേർത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഏതായാലും സുരേഷ് ഗോപിക്ക് കുടുംബത്തിനും തൃശൂരിൽ വോട്ടുണ്ട്. അതിനൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും സ്ഥിരതാമസമുള്ളിടത്ത് വോട്ട് ചേർക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം, ചട്ടം അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സുരേഷ് ഗോപി ഈ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ പേര് വന്നതിൽ ഒരു തെറ്റുമില്ല. അത് അവിടെ തന്നെയാണ് വേണ്ടത്. പക്ഷേ തൃശൂരിലെ ആ ഫ്ളാറ്റിൽ എങ്ങനെ ഇത്രയും പേർക്ക് വോട്ട് വന്നു, തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊല്ലത്തും സ്ഥിരതാമസമാക്കിയവർക്ക് വോട്ട് വന്നു എന്ന സംശയമാണ് ഇപ്പോൾ CPM-ഉം കോൺഗ്രസും ഒക്കെ ഉയർത്തുന്നത്. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് ആർ റോഷിപാലാണ്. ശാസ്തമംഗലം ഡിവിഷനിലെ പട്ടികയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ പേരുള്ളത്.